بالله من الشيطان الرجيم بسم الله الرحمن الرحيم يسألونك عن الشهر الحرام قتال فيه قل قتال فيه كبير وصد عن سبيل الله وكفر به والمسجد الحرام وإخراج أهله منه أكبر عند الله والفتنة أكبر من القتل ولا يزالون يقاتلونكم حتى يردوكم عن دينكم إن استطاعوا ومن يرتد منكم عن دينه فيمت وهو كافر فأولئك حبطت أعمالهم في الدنيا والآخرة وأولئك أصحاب النار هم فيها خالدون صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതയാത്രയിലുടനീളം അള്ളാഹുവിനോടുള്ള തഖ്വ മുറുകെ പിടിച്ച് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ പരമാവധി ശ്രമിക്കണമെന്ന് ആദ്യമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്ത് ഏറ്റവും പ്രചാരമുള്ള ഒരു ഭാഷ എന്ന നിലയിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു പദാവലിയുണ്ട്. ഫോബിയ എന്നാണ് ആ പദാവലി. ഭയം അല്ലെങ്കിൽ ഭീതി, അനാവശ്യമായ ഉത്കണ്ഠ, ഇതൊക്കെയാണ് ഫോബിയ എന്ന വാക്കിന്റെ അർത്ഥം. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയോഗങ്ങൾ ഡിക്ഷണറിയിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്ക് കാണാൻ കഴിയും. മോണോഫോബിയ അഥവാ ഒറ്റപ്പെടൽ ഭീതി, എവിടെയെങ്കിലും ഒറ്റക്കായി പോകുന്നതിനെ ഭയപ്പെടുക. മറ്റൊന്നാണ് അഗോറോഫോബിയ, ആൾക്കൂട്ട ഭയം, ആളുകൾ ഉള്ളിടത്ത് പോകാനുള്ള ഭയം. നോസോഫോബിയ എന്ന ഒരു ഫോബിയുണ്ട്, രോഗഭയം. ഒരു രോഗമില്ല, പക്ഷെ ഇന്ന രോഗം തനിക്ക് വരുമോ എന്ന മുൻകൂട്ടിയുള്ള പേടി, അനാവശ്യ ഭീതി. അങ്ങനെയുള്ള ഫോബിയക്കാണ് നോസോഫോബിയ എന്ന് പറയുന്നത്. അക്വോഫോബിയ എന്നൊരു ഫോബിയുണ്ട്, ജലഭയം, വെള്ളത്തെ പേടിക്കുക. കടല് കാണുമ്പോഴുള്ള പേടി, കടലിനടുത്ത് പോകാനുള്ള പേടി, വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള പേടി. കീമോഫോബിയ, രാസവസ്തുക്കളോടുള്ള ഭയം. ഇങ്ങനെ ഒരുപാട് ഫോബിയകൾ ആ വാക്ക് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ആ പട്ടികയിലേക്ക് ഈ അടുത്ത കാലത്ത് ഇടം പിടിച്ച ഒന്നാണ് ഇസ്ലാമോഫോബിയ എന്ന ഒരു പ്രയോഗം. ഇസ്ലാമോഫോബിയ അഥവാ ഇസ്ലാമിനെ കുറിച്ച് അനാവശ്യമായ ഭീതി വെച്ചു പുലർത്തുക. ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിങ്ങളെ കുറിച്ചും ഭയപ്പെടുക. അടുക്കാൻ പറ്റാത്ത ഒരു സമൂഹമാണ് എന്ന് ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരെ കുറിച്ച് അഥവാ മുസ്ലിങ്ങളെ കുറിച്ച് തെറ്റിദ്ധരിച്ച് അതൊരു ഭീതിയായി കൊണ്ടു നടക്കുന്ന, അല്ലെങ്കിൽ അത്തരമൊരു ഭീതി പരത്താൻ നടത്തുന്ന ശ്രമം, ഇതാണ് ഇസ്ലാമോഫോബിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ മാർച്ച് 15 എന്ന ദിവസം ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായി ആചരിക്കുന്ന ഒരു ദിനമാണ്. ചില ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ടല്ലോ. ലോക സമാധാന ദിനം, അധ്യാപക ദിനം, മാതൃദിനം. ആ പട്ടികയിൽ ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനം അഥവാ ഇസ്ലാമിനെ ഭയപ്പെടുക എന്നതിനെതിരെ ഒരു ദിവസം
ആ ഭീതിയെ സംബന്ധിച്ച് അത് അനാവശ്യമാണ് എന്ന് ലോകത്തെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി നടത്തുന്ന ഇസ്ലാമോഫോബിക്കിനെതിരെയുള്ള ഒരു ദിനം. അപ്പൊ മാർച്ച് 15 ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായി 2022 എന്ന വർഷത്തിലാണ് ഐക്യരാഷ്ട്രസഭ ഇത് അംഗീകരിച്ചത്. എന്ന് പറഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമാണ്. ലോകത്തൊരു ഇസ്ലാം ഭീതിയുണ്ട്. ആ ഭീതി അകറ്റാൻ ലോകരാഷ്ട്രങ്ങൾ ശ്രമിക്കണം, അതിനെതിരായി പ്രവർത്തിക്കണം എന്ന ഒരു ആശയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് 2022 ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായി ആചരിക്കാൻ, അത് മാർച്ച് 15 ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത്. അതിനൊരു കാരണം കൂടിയുണ്ട്. 2019 മാർച്ച് 15 ന്യൂസിലൻഡിൽ ഒരു പള്ളിയിൽ കയറി ഒരു വലതുപക്ഷ വിദ്യാർത്ഥി, ഒരു യുവാവ് തോക്കെടുത്ത് തുരുതുര അവിടെ നമസ്കരിക്കാൻ വന്ന ആളുകളെ 51 പേർ പള്ളിയിൽ പിടഞ്ഞു വീണ് മരിച്ച, ഷഹാദത്ത് വരിച്ച നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ടാകും. അതൊരു മാർച്ച് 15 അതുകൊണ്ടാണ് മാർച്ച് 15 ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായി ആചരിക്കാൻ വേണ്ടി ഐക്യരാഷ്ട്രസഭ തെരഞ്ഞെടുത്തത്. 2022 ഈ പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ കൊണ്ടുവന്നപ്പോൾ 140 രാജ്യങ്ങൾ അതിനെ പിന്തുണച്ചു. നമ്മുടെ ഇന്ത്യ അടങ്ങുന്ന ചില രാജ്യങ്ങൾ, ഇസ്രായേൽ, അമേരിക്ക അടങ്ങുന്ന രാജ്യങ്ങൾ അതിനെ എതിർത്തു. പക്ഷെ ലോകരാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷം രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തെ അനുകൂലിച്ച് അങ്ങനെ ഇത് മാർച്ച് 15 ഇസ്ലാമോഫോബിക് വിരുദ്ധ ദിനമായി പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാടായിട്ടില്ല, 2022 മുതലാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഒരു സത്യമാണ്. പക്ഷെ ഇസ്ലാമോഫോബിയയെ സംബന്ധിച്ച് പറയുമ്പോൾ ചിലരെങ്കിലും, ഒരുപക്ഷെ നമ്മളിൽ തന്നെ പലർക്കും ഒരു നിലപാട് എന്താണെന്നറിയോ, അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ വെറുതെ അന്തരീക്ഷത്തിൽ നടത്തുന്ന പ്രസ്താവനകളാണ്, അങ്ങനെ ഒരു ഫോബിയ, ഇസ്ലാമോഫോബിയ, അതൊക്കെ ആരൊക്കെയോ ചേർന്ന് മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിങ്ങളിൽ തന്നെ അനാവശ്യ ഭീതി സൃഷ്ടിക്കാൻ വേണ്ടി അവരിലെ ചില തീവ്രവാദികൾ ഉണ്ടാക്കുന്ന ചില കുഴപ്പങ്ങളാണ്, അതൊക്കെ വെറുതെ അന്തരീക്ഷത്തിലുള്ള ഒരു പ്രസ്താവനകൾ, അങ്ങനെയൊന്നും ഇല്ല സത്യത്തിൽ എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. ആഗോളതലത്തിൽ അവർ പറയുന്നത് ഇതിന്റെ പിന്നിൽ മുസ്ലിം ബ്രദർഹുഡാണ്, യൂറോപ്പിന്റെ മേൽ ഒരു കുറ്റം ചുമത്തുകയാണ് ഇസ്ലാമോഫോബിയയിലൂടെ. ഇന്ത്യയിൽ ഇത് ജമാഅത്ത് ഇസ്ലാമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ഒരു പ്രസ്ഥാനത്തിന് നേരെയാണ് ഇസ്ലാമോഫോബിയ ഉണ്ട് എന്നതിന്റെ ആശയപ്രചാരകരായി, അതിന്റെ ചുക്കാൻ പിടിക്കുന്ന ബൗദ്ധിക നേതൃത്വം കൊടുക്കുന്നവരായി അവർ ഈ പറയുന്ന ആളുകൾ മുദ്ര കുത്തുന്നത്. സത്യത്തിൽ മുസ്ലിം ബ്രദർഹുഡാണോ ഇസ്ലാമോഫോബിയയെ സംബന്ധിച്ച് ലോകത്ത് സംസാരിച്ചതല്ല. 2022 OIC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്, മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OICയിലെ 60 രാജ്യങ്ങൾ, OIC ആണ് UN പൊതുസഭയിൽ ഈ പ്രമേയം കൊണ്ടുവരുന്നത്. അങ്ങനെ OIC കൊണ്ടുവന്ന പ്രമേയത്തെ UN വോട്ടെടുപ്പിലൂടെ പാസാക്കിയതാണ്. പക്ഷേ ഇപ്പോഴും ആരോപണം മുസ്ലിം ബ്രദർഹുഡാണ് ലോകത്ത് ഇത് കൊണ്ടുവന്നത് എന്നതാണ്. ഇതാണ് ലോകത്തിന്റെ പോക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സത്യത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. ഇനി ആ വാക്കങ്ങ് മാറ്റി നിർത്താം. പക്ഷേ സംഭവിക്കുന്നത് എന്താ? ചിലയിടങ്ങളിൽ മുസ്ലിങ്ങൾക്ക് വീട് തന്നെ കൊടുക്കില്ല, വാടകയ്ക്ക് കൊടുക്കില്ല, സ്ഥലം വിൽക്കില്ല, കച്ചവട സ്ഥാപനങ്ങൾ അനുവദിക്കില്ല, അവരുമായി ഇടപഴകാൻ ഭയം. ഇതിനെന്താ പറയണ്ടേ? ആരാണ് ഇത് സൃഷ്ടിച്ചത്? കോൾഡ് വാറിന് ശേഷം അഥവാ ശീതയുദ്ധാനന്തരം ഒരു കാലത്ത് ലോകത്ത് 2 ശാക്തിക ചേരികളുണ്ട്. ഒന്ന് US, മറ്റൊന്ന് USSR. അമേരിക്ക, മറ്റൊന്ന് റഷ്യ, കമ്മ്യൂണിസ്റ്റ് റഷ്യ. കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ തകർച്ചയ്ക്ക് ശേഷം റഷ്യയുടെ ഭാഗമായിരുന്ന USSRന്റെ ഭാഗമായിരുന്ന റിപ്പബ്ലിക്കുകളൊക്കെ പിരിഞ്ഞുപോയി സ്വാതന്ത്ര്യം നേടി. കമ്മ്യൂണിസ്റ്റ് റഷ്യ തകർന്നു. പിന്നെ റഷ്യ മാത്രമാണത്.
ബലാബലം ഇല്ലാതായി. US ലോകത്തിന്റെ ഒരു വലിയ ശക്തിയായി, ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി മാറുന്നു. അപ്പൊ അന്ന് കമ്മ്യൂണിസ്റ്റുകളും കമ്മ്യൂണിസവുമാണ് ലോകത്തെ ഏറ്റവും വലിയ ഭീതിയായി അവർ പ്രചരിപ്പിച്ചത്. ആ ശത്രു അസ്തമിച്ചതോടുകൂടി അവർ കണ്ടെത്തിയ പുതിയൊരു ശത്രുവാണ് ഇസ്ലാമും മുസ്ലിങ്ങളും. ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ, നാഗരികതകൾ തമ്മിലുള്ള സംഘടനം എന്നൊക്കെ തിയറി വരെ അവർ പടച്ചുവിട്ടിട്ടുണ്ട്. ഇസ്ലാം ലോകത്ത് എവിടെയുണ്ടെങ്കിലും പ്രശ്നമാണ് എന്ന തരത്തിൽ ഒരു അപരനെ സൃഷ്ടിക്കുക. ഒരു അപരൻ വേണം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഭീതി എന്ന് പറയുന്നത്, ഈ ഫോബിയ എന്ന് പറയുന്നത് അതൊരു ജൈവികമായ ഒരു വികാരമാണ്. പക്ഷേ ഭയം എന്നത് ജൈവികമായ ഒരു അനുഭവം, ഒരു വികാരം എന്നതിനപ്പുറത്ത് അത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി, രാഷ്ട്രീയമായ നേട്ടം കൈവരിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന നല്ലൊരു ടൂളായി മാറിയിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ സാധ്യത, തങ്ങളുടെ പൊളിറ്റിക്കൽ നേട്ടങ്ങൾക്ക് വേണ്ടി, സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, അധിനിവേശ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, വംശീയ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ഭീതി ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന നിലക്ക് അതിന്റെ രാഷ്ട്രീയ സാധ്യതയാണ് ഇന്ന് ലോകത്ത് പലരും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടത് കമ്മ്യൂണിസ്റ്റുകൾ ചൂണ്ടിയായിരുന്നെങ്കിൽ ഇന്നത് മുസ്ലിങ്ങളിലേക്ക് തിരിഞ്ഞു എന്ന് മാത്രം. ഇസ്ലാമിനെ ഭയപ്പെടണം, മുസ്ലിങ്ങളെ ഭയപ്പെടണം. ആഗോളതലത്തിൽ US, ഇസ്രായേൽ അച്ചുതണ്ട് ശക്തികളാണ് ഇതിന് നേതൃത്വം നൽകുന്നതെങ്കിൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ സംഘ് പരിവാറാണ് ഈ ഇസ്ലാമോഫോബിയയുടെ പ്രയോക്താക്കളായി, അതിന്റെ വാഹകരായി, അതിന്റെ പ്രചാരകരായി ഒന്നാമത് നിൽക്കുന്നത്. അത് നമ്മളെല്ലാവരും അംഗീകരിക്കുമല്ലോ. ഇപ്പൊ ലവ് ജിഹാദ് ഒരു സമൂഹത്തെ മുഴുവൻ ഉന്നം വെച്ചുകൊണ്ട്, കേരള സ്റ്റോറി വിശിഷ്യ കേരളത്തെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ട്, ഉത്തരേന്ത്യയിലടക്കം ഈ മുസ്ലിം വിരുദ്ധത പലരും പ്രചരിപ്പിക്കുന്നത് കേരളത്തിലെ ചില സംഭവങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇല്ലാത്തത് തന്നെ, ഇല്ലാത്തത്. അപ്പൊ ഈ രൂപത്തിൽ അനാവശ്യമായ ഭീതി സൃഷ്ടിക്കുക നമ്മുടെ കേരളത്തിൽ പോലും 2023 ഒക്ടോബർ മാസത്തിൽ കാസർഗോഡ് ജില്ലയിൽ നടന്നൊരു സംഭവമുണ്ട്. എന്തായിരുന്നു? ചില മുഖ്യധാര പത്രങ്ങൾ, ചില നേതാക്കൾ വരെ ആ സംഭവത്തെ പറ്റി പറഞ്ഞതെന്തെന്നറിയോ? ബുർക്കയിടാത്ത അമുസ്ലിം സ്ത്രീയെ ബസ്സിൽ യാത്ര ചെയ്യാൻ അനുവദിക്കാത്ത മുസ്ലിം തീവ്രവാദിനികളായ പെൺകുട്ടികൾ. എന്നിട്ട് പശ്ചാത്തലത്തിൽ ഒരു ചിത്രം, ബുർക്കയിട്ട കുറെ മുസ്ലിം പെൺകുട്ടികൾ ഒരു അമുസ്ലിം സ്ത്രീയോട് കയർക്കുന്നു ബസ്സിനകത്ത് വെച്ച്. എന്നിട്ട് എന്താ സംഭവം വിശദീകരിക്കുന്നേ? ഈ അമുസ്ലിം സ്ത്രീയെ ബുർക്കയിടാത്തത് കൊണ്ട് ബസ്സിൽ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നില്ല. കാസർഗോഡ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ താലിബാനിസത്തിന്റെ തെളിവ് എന്ന നിലക്ക് മനോരമ അടക്കം, ഇന്ത്യ ടുഡേ അടക്കം പിന്നീട് അതിന്റെ ഫാക്ട് ചെക്കിംഗ് നടത്തി. ആ ഫാക്ട് ചെക്കിങ്ങിൽ കണ്ടെത്തിയത് എന്താ? പോലീസ് തന്നെ സത്യം വെളിപ്പെടുത്തി. ഈ കുട്ടികൾ, മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു കോളേജ് ഉണ്ട്, കോളേജ് വിട്ടുകഴിഞ്ഞാൽ അവർ വീടുകളിലേക്ക് പോകുന്ന ഒരു ബസ്സുണ്ട്, ചില പ്രൈവറ്റ് ബസ്സുകൾ. കോളേജിന്റെ മുമ്പിൽ സ്റ്റോപ്പുണ്ട്, പക്ഷെ നിർത്താറില്ല. കുട്ടികളെ കയറ്റിയാൽ കാശ് കിട്ടില്ലാത്തത് കൊണ്ട് അവിടെ എത്തുമ്പോ നിർത്താതെ വണ്ടികൾ ഇങ്ങനെ പെട്ടെന്ന് എടുത്തു പോകും. അതിനെതിരെ ഈ പെൺകുട്ടികൾ തന്നെ മുൻകൈയെടുത്ത് ബസ് തടഞ്ഞു. അങ്ങനെ ബസ് തടഞ്ഞപ്പോ ബസ്സിൽ യാത്രക്കാരിയായ ഒരു അമുസ്ലിം സഹോദരി ഈ കുട്ടികളോട് അല്പം ദേഷ്യത്തോടെ പ്രതികരിച്ചു, ഞങ്ങൾക്ക് വീട്ടിൽ പോണ്ടേ. അപ്പൊ ഈ കുട്ടികൾ തിരിച്ചു പ്രതികരിച്ചു, ഞങ്ങൾ എത്ര ദിവസമായി ഇങ്ങനെ തെരുവിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബസ് തടഞ്ഞ വിഷയത്തിൽ ഈ സ്ത്രീയും വേറെ വിദ്വേഷത്തിലൊന്നല്ല. നമുക്കറിയാലോ, ഒരു ബസ് വൈകുമ്പോൾ ഉണ്ടാകാവുന്ന, നമ്മൾ ബസ് യാത്രയിലാണെങ്കിൽ നമുക്ക് ഭയങ്കര സ്പീഡ് വേണം, വേഗം പോണം. അപ്പൊ ആ നിലക്ക് ഈ സ്ത്രീ ഈ കുട്ടികളോട് എന്ത് ചെയ്തു? നിങ്ങളിങ്ങനെ ബസ് തടഞ്ഞാൽ ഞങ്ങൾക്ക് പോണ്ടേ.
അപ്പൊ ഈ വിഷയം പറഞ്ഞിട്ട് ഈ പെൺകുട്ടികളും ഈ സ്ത്രീയും തമ്മിൽ ഒരു വാഗ്വാദമുണ്ടായി. ഈ വാഗ്വാദത്തെയാണ് ബുർക്ക ഇടാത്തതിന്റെ പേരിൽ ബസ്സിൽ പോലും അമുസ്ലിം സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല കാസർഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണം നടത്തിയത്. കേരളത്തിലെ BJPയുടെ നേതാവ് അനിൽ ആന്റണി ദേശീയ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞു, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന്. മുസ്ലിം തീവ്രവാദത്തിന്റെ തെളിവായി ഇതൊക്കെയാണ് ഉദ്ധരിച്ചത്. അത് എത്ര ഭീകരമാണെന്ന് നോക്ക്. ഈ ഫാക്ട് ചെക്കിംഗ് എത്ര പേര് കണ്ടിട്ടുണ്ടാകും? ഇന്നും സംഘപരിവാറിന്റെ സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ഓടി നടക്കുന്നത് അവരുടെ ടൈറ്റിലുള്ള ചിത്രം തന്നെയായിരിക്കും. അപ്പൊ ഈ രൂപത്തിൽ ഒരു ഇസ്ലാം ഭീതിയെ പച്ച കള്ളം പറഞ്ഞും പ്രചരിപ്പിക്കുക, അങ്ങനെ മുസ്ലിങ്ങൾ വെറുക്കപ്പെട്ടവരും വേണ്ടാത്ത ഒരു സമൂഹമായി, ഈ നാടിന് ഭാരമുള്ള ഒരു ജനതയായി ചിത്രീകരിച്ച് അവരോടുള്ള വിരോധം, അവരോടുള്ള ഭീതി പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കുക, ഇത് സംഘപരിവാറിന്റെ അജണ്ടയാ. പക്ഷേ അറിയാതെയോ അറിഞ്ഞോ സംഘപരിവാറിന്റെ ഈ അജണ്ടയിൽ കേരളത്തിലെ ജനാധിപത്യ ചേരിയിൽ നിൽക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളും ചില വ്യക്തികളും ഇതിന്റെയൊക്കെ ടൂളുകളാകുന്നു എന്നുള്ളതും ദൗർഭാഗ്യകരമായ ഒരു വസ്തുതയാണ്. ഇസ്ലാമും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് എന്തിനേയും ഒരു ഭീകരതയുടെ ചാപ്പകുത്തുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു പൊതുധാരയിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിങ്ങൾ താരതമ്യേന ഒരു വലിയ സമൂഹമാണ്. കേരളത്തിലെ ജനസംഖ്യയിൽ 27% ഒരു വലിയ സമൂഹം. അവരിവിടുത്തെ രാഷ്ട്രീയ രംഗത്തുണ്ട്, വിദ്യാഭ്യാസ രംഗത്തുണ്ട്, കോടതി വ്യവഹാരങ്ങളിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്, ഹോസ്പിറ്റലുകൾ നടത്തുന്നുണ്ട്. ഈ സമൂഹവുമായി ബന്ധപ്പെട്ട എല്ലാ വ്യവഹാരങ്ങളിലും കായിക രംഗത്ത് അവരുണ്ട്, ബിസിനസ് രംഗത്ത് അവരുണ്ട്. പക്ഷേ അവരുടെ മേൽക്കൈയിൽ ഉള്ള ഏതെങ്കിലും ഒരു വ്യവഹാരം ഏത് നിമിഷവും എന്ത് ചെയ്യപ്പെട്ടേക്കാം. ഇത് ഭീകരതയാണ്, ഇത് തീവ്രവാദ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഇതിന് തീവ്രവാദികളുമായി ബന്ധമുണ്ട് എന്ന ആരോപണം ഏത് നിമിഷവും ഉയർന്നേക്കാം. മുസ്ലിം മേൽക്കൈയിൽ നടക്കുന്ന എന്തിനേയും ആരും സുരക്ഷിതരല്ല. സെക്യുലറിസ്റ്റ് ചിന്താഗതി പുലർത്തുകയും ഞങ്ങളതാണ് എന്ന് തെളിയിക്കാൻ നടക്കുകയും ചെയ്യുന്നവർക്ക് വരെ വിഴിഞ്ഞം സംഭവത്തിൽ അന്നവിടെ വലിയ സമരം നടക്കുമ്പോ തുറമുഖ മന്ത്രിയായിരുന്ന ബഹുമാന്യനായ അബ്ദുറഹ്മാൻ മിനിസ്റ്റർ, അദ്ദേഹത്തെക്കുറിച്ച് സഭയുടെ ഒരു വലിയ നേതാവ്, ഒരു ബിഷപ്പ് പറഞ്ഞത് എന്താ? അബ്ദുറഹ്മാൻ എന്ന പേരിൽ തന്നെ തീവ്രവാദിയുണ്ട്. നമ്മളൊക്കെ വായിച്ചതല്ലേ? നിങ്ങളെ ഏത് പാർട്ടിയിലാകട്ടെ, നിങ്ങളുടെ പേര് ഒരു വലിയ ഭാരമാണ്. നിങ്ങളെ സ്പീക്കറാണെങ്കിലും മന്ത്രിയാണെങ്കിലും ഏത് പദവിയിലാണെങ്കിലും ഏത് നിമിഷവും നിങ്ങൾക്ക് മേൽ തീവ്രവാദത്തിന്റെ ചാപ്പ കുത്തപ്പെട്ടേക്കാം. എളുപ്പമാണ്. ഇപ്പോ അത് കോർണറൈസ് ചെയ്ത് ചില പ്രത്യേക സംഘടനകളിലേക്ക് വഴിതിരിച്ചു വിട്ട് അതിന്റെ മറവിലാണ് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ഭീകരമാണ്. കേരളം പോലെയുള്ള ഒരു വിദ്യാസമ്പന്നരായ, ഒരു സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന സാംസ്കാരിക കേരളം എന്ന് നമ്മൾ അഭിമാനത്തോടെ വിളിക്കുന്ന ഒരു സംസ്ഥാനത്ത് നടക്കാൻ പാടില്ലാത്തതാണ് നടക്കുന്നത്. പോളറൈസേഷൻ വല്ലാത്ത നിലയിൽ. നിങ്ങൾ നോക്കൂ, നമ്മളൊക്കെ സാധാരണ മാഷാ അല്ലാ മാഷാ അല്ലാ എന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പദാവലിയാണ്. പക്ഷെ അത് എവിടെയാണ് ഉപയോഗിക്കപ്പെട്ടത്? വഴിതിരിച്ചു വിടാൻ. ഞാൻ ആലോചിക്കുന്നുണ്ട്, ഖുർആനിൽ ഒരു പ്രയോഗമുണ്ട്, അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ. കൊലയേക്കാൾ അപകടമാണ് ഫിത്ന. ഒരു ജനതയെ നിങ്ങൾ കൊന്നോളൂ, ഒരു വ്യക്തിയെ നിങ്ങൾ കൊല്ലുക, അതിനേക്കാൾ മാരകമാണ് ഫിത്ന ഉണ്ടാക്കൽ.
ഖുർആൻ എത്ര ദീർഘവീക്ഷണത്തോടാണ് പറഞ്ഞത്? അൽ ഫിത്നത്തു അക്ബർ മിനൽ ഖത്ൽ, കൊലയേക്കാൾ ഭീകരമാണ് ഫിത്നയുണ്ടാക്കൽ. ഈ കൊലപാതകത്തിന്റെ പിന്നിൽ മുസ്ലിം ഗ്രൂപ്പാണ് എന്ന് ധരിപ്പിക്കും വിധം അവിടെ കൊണ്ട് നിൽക്കുന്നുണ്ടോ? മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ്. ഇത് തെരുവിലെ രാഷ്ട്രീയമല്ല ഈ പറയുന്നത്. ഇതിന്റെ രണ്ടാം ഘട്ടത്തിൽ ഞാൻ പറയും നമ്മൾ എടുക്കേണ്ട നിലപാട്. ഒരു പൗര സമൂഹത്തിൽ മുസ്ലിങ്ങൾ എന്തോ വലിയ സംഗതി ആണിവിടെ, ഭയപ്പെടണം. കേരളത്തിലെ ഒരു ലീഡിംഗ് പാർട്ടിയുടെ ആ സമയത്തെ താൽക്കാലിക അധ്യക്ഷനായ ഒരു മുസ്ലിം ഇരിക്കുന്നു. അതിന്റെ സഖ്യകക്ഷിയായ മറ്റൊരു പാർട്ടിയുടെ നേതാവ് അതും മുസ്ലിമാണ്. ആ തെരഞ്ഞെടുപ്പിൽ അവരെ, ആ മുന്നണിയെ ഒരു മുസ്ലിം സംഘടന ആ സമയത്ത് പിന്തുണക്കുന്നു. ആ 3 മുസ്ലിം നേതാക്കളുടെയും പേര് മാത്രം ചൂണ്ടിക്കാണിച്ച് ഇവരാണ് ഇനി കേരളം ഭരിക്കാൻ പോകുന്നത് എന്ന് പറയുക. എന്താണ് അതിലൂടെ കൊടുക്കുന്ന മെസ്സേജ്? എന്താണ് അതിലൂടെ കൊടുക്കുന്ന മെസ്സേജ്? ഒരു ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ വിചാരിക്കും ഇത് ഇന്ന് നിൽക്കുമെന്ന്. ദാ വീണ്ടും കേൾക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. മുസ്ലിങ്ങൾ മുൻകൈയെടുത്ത് ഒരു പരിശീലനം, ഒരു കായിക പരിശീലനം, ഒരു വ്യായാമ മുറ ഒന്ന് നടത്തി നോക്കി. ഉടനെ വരും ചാപ്പകുത്തൽ, തീവ്രവാദ ബന്ധം, ഭീകര ഗ്രൂപ്പുകൾ ഇതിന്റെ പിന്നിൽ ചരട് വലിക്കുന്നു. ഇപ്പൊ കേരളത്തിലെ ചർച്ച മെക്സവണല്ലേ? ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാവ് നിന്നുകൊണ്ട് പറയാ, ഇന്ത്യയിൽ കേരളത്തിൽ സംഘപരിവാറിന് ഏണി വെച്ച് കൊടുക്കുന്ന ഒരു നയം ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കരുത്. കാരണം ഈ കമ്മ്യൂണിറ്റി, മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷവും തീവ്രവാദത്തിനെതിരെ ആദർശപരമായ നിലപാടെടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അവരിൽ ഒറ്റപ്പെട്ട ചില ആളുകൾ ഉണ്ടായേക്കാം. പക്ഷെ ഈ കമ്മ്യൂണിറ്റിയിലെ മഹാഭൂരിപക്ഷവും ജനാധിപത്യത്തിൽ, മതേതരത്വത്തിൽ, മതസൗഹാർദ്ദത്തിൽ, ഫ്രട്ടേണിറ്റിയിൽ, ബ്രദർഹുഡിൽ, സാഹോദര്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. ബഹുസ്വരതയെ ഇഷ്ടപ്പെടുന്നവരും അംഗീകരിക്കുന്നവരും. കാരണം ഖുർആന്റെ പ്രയോഗമാണത്. ബഹുസ്വരത ഒരു സത്യമാണ് എന്ന് വെളിപ്പെടുത്തിയ ഒരു ഗ്രന്ഥത്തിന്റെ വക്താക്കൾക്ക് അതല്ലാത്തൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. അല്ലാതെ അത് ഗതികെട്ടെടുക്കുന്ന ഒരു നിലപാടല്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ ഭീകരതയുടെ ചാപ്പകുത്തി ഏത് രംഗത്ത് വന്നാലും, ഞാൻ സംഭവങ്ങൾ ഒരുപാടൊന്നും പറയുന്നില്ല, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം ഇതിന്റെ അപകടത്തെ തിരിച്ചറിയണം. സംഘപരിവാറിന് കേരളം എഴുതി കൊടുക്കുന്നൊരു നിലപാടുണ്ടാകരുത്, ഒരവസ്ഥ ഉണ്ടാക്കരുത്. ഈ സമയത്ത് മുസ്ലിം കമ്മ്യൂണിറ്റി സ്വീകരിക്കേണ്ട ഒരു സമീപനം എന്താ? എങ്ങനെയാണ് ഈ ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുക? അത് നമ്മളാണല്ലോ ചിന്തിക്കേണ്ടത്. അതിലൊന്ന്, ഇത്തരം ഘട്ടങ്ങളിൽ പതറാതിരിക്കുക. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് അപകർഷതാബോധം വേട്ടയാടും വിധം ഞാൻ ഇങ്ങനൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി പോയല്ലോ എന്നൊരു ആത്മനിന്ദാബോധം ആദ്യമേ വെടിയുക. ഈ മഹിതമായ ആദർശത്തെ മനസ്സിലാക്കാനും ഈ ആദർശത്തിൽ അള്ളാഹു എനിക്ക് അവസരം തന്നതിൽ അഭിമാനം കൊള്ളുക. സമചിത്തതയോടെ, വിവേകത്തോടെ, ഡയലോഗിലൂടെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഡയലോഗാ. ജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ.
നിങ്ങൾ സംവദിക്കുക, നിങ്ങൾ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യണം. ഞാനതല്ലട്ടോ എന്നല്ല പറയേണ്ടത്. ഞാനൊരു കാര്യം മാത്രം ഒരു ചരിത്രം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ബലായിൻ തസ്ബിറു വ തത്തഖു, ഖുർആൻ പറയുന്നൊരു പ്രയോഗമുണ്ട്. നിങ്ങൾ വിവേകം കൈക്കൊള്ളുകയും സഹനം അവലംബിക്കുകയും എന്ന് പറഞ്ഞ പക്വതയുള്ള നിലപാടെടുക്കാനുള്ള ഒരു സമയത്തെക്കുറിച്ചാണ് ആ പറയുന്നത്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾക്കറിയോ, ചരിത്രത്തിൽ 13-ാം നൂറ്റാണ്ടിൽ അഥവാ 1300കളിലും 1400കളിലും 13-14 നൂറ്റാണ്ടുകളിൽ മുസ്ലിം ലോകത്ത് കനത്ത ആക്രമണം നടത്തിയ താർത്താരികൾ അഥവാ മംഗോളികൾ, ചെങ്കിസ് ഖാന്റെ നേതൃത്വത്തിലുള്ള മംഗോളികൾ, അവർ മുസ്ലിം രാജ്യങ്ങൾ മാത്രമല്ല കീഴടക്കിയത്, റഷ്യ അടക്കം ലോകത്തെ ഒരു വലിയ പ്രദേശം അധിനിവേശത്തിലൂടെ കീഴ്പ്പെടുത്തിയ താർത്താരികൾ മുസ്ലിം ലോകത്തെയും അധിനിവേശം ചെയ്തു. മംഗോളികൾ മുസ്ലിം ലോകത്തേക്ക് കടന്നു വന്ന താർത്താരി സൈന്യം വരുത്തിവെച്ച നാശനഷ്ടങ്ങളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ കരഞ്ഞുപോകും. പുരുഷന്മാരെ ഗളച്ഛേദം ചെയ്തു കൂട്ടത്തോടെ, അവരുടെ ഭാര്യമാരെ, പെൺകുട്ടികളെ തടവിലാക്കി ലൈംഗികമായി ഉപയോഗിച്ചു, കലാലയങ്ങൾ തകർത്തു, വീടുകൾ തകർത്തു, അരക്ഷിതാവസ്ഥ ആ കമ്മ്യൂണിറ്റിയെ വേട്ടയാടി. ശത്രുവിന്റെ മുമ്പിൽ അകപ്പെട്ടാൽ ഓടിപ്പോകാൻ പോലും കഴിയാത്ത വിധം കാല് ഭയന്ന്, ചരിത്രം പറയുന്നുണ്ട്, ഒരു താർത്താരി ഭടൻ ഒരു മുസ്ലിമിനെ പിടിച്ചു വഴിയിൽ വെച്ച്. അപ്പൊ കയ്യിലെ വാളില്ല. ഞാൻ വാളെടുത്തിട്ട് വരട്ടെ, നീ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. വാളെടുത്ത് വരുന്നത് വരെ ആ മുസ്ലിം അവിടെ നിന്നു എന്നാണ് പറയുന്നത്. അത്രയും ഭീതി. താർത്താരികളുടെ ചരിത്രം, മംഗോളികൾ മുസ്ലിം ലോകത്തേക്ക് നടത്തിയ അധിനിവേശത്തിന്റെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്ക് നിങ്ങൾ. പക്ഷെ പിന്നീട് എന്താ കാണുന്നേ? ഈ താർത്താരികൾ ഇസ്ലാമിന്റെ കൊടിവാഹകരായി. പിന്നെ ലോകത്തെ ഇസ്ലാമിന്റെ കൊടി നാട്ടിയ, ഇസ്ലാമിക സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഇസ്ലാമിന്റെ കൊടിവാഹകരായി പിന്നീട് ഈ താർത്താരികൾ മാറി എന്നത് ചരിത്രത്തിന്റെ രണ്ടാമത്തെ ഘട്ടമാണ്. അതിന് പങ്കുവഹിച്ചത് ആരാണെന്നറിയോ? ചില പണ്ഡിതന്മാർ അന്നെടുത്ത ദൗത്യമുണ്ട്. അന്നുമുണ്ടട്ടോ വേറെ ചില പണ്ഡിതന്മാർ താർത്താരി ഭരണകൂടത്തോട് ഒട്ടിനിന്ന് ആനുകൂല്യങ്ങൾ പറ്റി ചെറിയ ചെറിയ അവരുടെ ഇഷ്ടങ്ങൾക്ക് അത് സാധൂകരിച്ചു കൊടുത്തപ്പോ അവരോട് ഒട്ടിനിന്ന് ആനുകൂല്യങ്ങൾ പറ്റിയ പണ്ഡിതന്മാർ അന്നുണ്ട്. പക്ഷേ വേറെ ചില പണ്ഡിതന്മാരുണ്ടായിരുന്നു, നിലപാടിൽ ഉറച്ച് ആദർശ പ്രചരണ രംഗത്ത് അപ്പോഴും നിറഞ്ഞു നിന്ന ചില പണ്ഡിതർ. സമചിത്തതയോടെ, വൈകാരികമായി സമീപിക്കാതെ വിവേകത്തോടുകൂടി അവർ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ തീരുമാനിച്ചു. അവരാണ് പുതുചരിത്രം സൃഷ്ടിച്ചത്. അതിലൊരു മഹാനായ പണ്ഡിതനാണ് ബുഖാറയിൽ നിന്നുള്ള ഷെയ്ഖ് ജമാലുദ്ദീൻ. ബുഖാറയിലെ പണ്ഡിതനായിരുന്ന ആ ഷെയ്ഖ് ജമാലുദ്ദീൻ, അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹവും ഏതാനും അനുയായികളും അന്നത്തെ താർത്താരി രാജകുമാരനായിരുന്ന, താർത്താരി ഭരണകൂടത്തിലെ രാജകുമാരനായിരുന്ന തൈമൂർ ഖാൻ തന്റെ സൈന്യത്തോടൊപ്പം ഒരു സ്ഥലത്ത് വിനോദത്തിൽ ഏർപ്പെടുകയാണ്. അത് സുരക്ഷിത സ്ഥലമാണ്. അപ്പൊ ഈ സ്ഥലത്തു കൂടെ ഈ ഷെയ്ഖ് ജമാലുദ്ദീനും അദ്ദേഹത്തിന്റെ ഏതാനും അനുയായികളും കടന്നുപോയി. ഇദ്ദേഹത്തിന്റെ അംഗരക്ഷകർ ഈ ജമാലുദ്ദീൻ ഷെയ്ഖിനെ പിടിച്ചു, അംഗരക്ഷകർ. അങ്ങനെ തൈമൂർ ഖാൻ എന്ന രാജകുമാരന്റെ മുമ്പിൽ, താർത്താരി രാജകുമാരന്റെ മുമ്പിൽ ഷെയ്ഖ് ജമാലുദ്ദീനെ ഹാജരാക്കി. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്റെ മുമ്പിലൂടെ ഇങ്ങനെ അനുയായികളെയും കൊണ്ട് പോകാൻ? അപ്പൊ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, ബന്ധനസ്ഥനാക്കി. എന്നിട്ട് ചാട്ടവാറുകൾ കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയാണ്. അതിക്രൂരമായ മർദ്ദനം. ഒന്നും മിണ്ടാതെ എല്ലാം അദ്ദേഹം സഹിക്കുകയാണ്. അപ്പൊ ഈ തൈമൂർ ഖാൻ അത് കൂടുതൽ കുപിതനാക്കി. അപ്പൊ തൈമൂർ ഖാൻ പറഞ്ഞു, അടികൊണ്ട നായെങ്കിലും കുരക്കും, നിന്നേക്കാൾ ഭേദം എന്റെ നായയാണ്. അപ്പോൾ ഷെയ്ഖ് ജമാലുദ്ദീൻ തിരിച്ച് തൈമൂർ ഖാൻ എന്ന രാജകുമാരനോട് പറഞ്ഞു അത്രേ, രാജകുമാര, അങ്ങ് പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഒരു തിരുത്തുണ്ട്.
ഞാൻ ഇപ്പോഴുള്ള ഈ നിലപാടിൽ തന്നെ തുടരുകയാണെങ്കിൽ അങ്ങയുടെ നായേക്കാൾ ഉത്തമൻ ഞാനാണ്. അങ്ങ് പറഞ്ഞത് തെറ്റ്. എന്റെ നിലപാട് ഞാൻ മാറ്റുകയാണെങ്കിൽ എന്നേക്കാൾ ഉത്തമൻ അങ്ങയുടെ നായ തന്നെയാണ്. അതുവരെ മിണ്ടാതിരുന്ന ജമാലുദ്ദീൻ എന്ന ഈ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ രാജകുമാരൻ ചോദിച്ചു, എന്താണ് അങ്ങ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അപ്പൊ അദ്ദേഹം വിശദീകരിച്ചു, ഇസ്ലാമിക് ഐഡിയോളജി. എനിക്ക് ജീവനം തന്ന, എനിക്ക് ജന്മം തന്ന, എനിക്ക് ആഹാരം തരുന്ന എന്റെ രക്ഷിതാവിനോട് നന്ദി കാണിച്ചുകൊണ്ട് വേറെ ആർക്കും ഞാൻ വഴിപ്പെടുന്നില്ല. ഞാൻ അവനോട് മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ. ഞാനിപ്പോഴും ആ നിലപാടിൽ തന്നെയാണ്. അതേസമയം അങ്ങ് ആഹാരം കൊടുക്കുന്നതിന്റെ പേരിൽ അങ്ങയുടെ നായ അങ്ങോട് നന്ദി കാണിക്കുന്നു എങ്കിൽ എന്റെ യജമാനനായ ദൈവത്തോട് ഞാൻ ഇപ്പോഴും നന്ദി തുടരുന്നു. എനിക്ക് ഉത്തമ ബോധമുണ്ട്. ഈ നിലപാടിൽ ഞാൻ തുടരുകയാണെങ്കിൽ ഞാനാണ് അങ്ങയുടെ നായേക്കാൾ ഉത്തമൻ. ഇതിൽ നിന്ന് ഞാൻ മാറുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ നായേക്കാൾ മോശപ്പെട്ടവനാണ്. ഈ മറുപടി ഇത് ആരെഴുതുന്നത്? തോമസ് ആർണോൾഡ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ എഴുതിയ ഹിസ്റ്ററിയാണിത്, താർത്താരികളുടെ ഹിസ്റ്ററി, തോമസ് ആർണോൾഡിന്റെ ബുക്ക്. ഇത് ഈ രാജകുമാരനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഇത് വല്ലാത്തൊരു ഡയലോഗാണല്ലോ, ദൈവത്തെ മുൻനിർത്തി. അങ്ങനെ ഈ ഷെയ്ഖ് ജമാലുദ്ദീൻ എന്ന പണ്ഡിതനുമായി ഈ രാജകുമാരൻ കുറെ സംസാരിച്ചു. അവസാനം പറഞ്ഞു, എനിക്ക് വെളിച്ചം വീണിരിക്കുന്നു, ഈ ആദർശം എന്നെ ആകർഷിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ആദർശം വെളിപ്പെടുത്തിയാൽ ഈ രാജ്യം എന്നെ അംഗീകരിക്കില്ല. എന്റെ പിതാക്കന്മാരുടെ ഈ രാജ്യം എന്റെ കയ്യിൽ വന്നു ചേരുന്നൊരു സമയമുണ്ട്. അന്ന് ഞാനിത് പ്രഖ്യാപിക്കും. അങ്ങ് എന്റെ അടുത്ത് വരണം. പിന്നീട് ചരിത്രം സംഭവിച്ചത് അതാണ്. തൈമൂർ ഖാൻ. ഇതൊക്കെ ഹിസ്റ്ററിയാ. ആത്മനിന്ദയില്ലാതെ നമുക്കൊരു ഐഡിയോളജി ഉണ്ടെന്നേ, അത് മതവിരുദ്ധരുടെ മുമ്പിൽ അടിയറുവെക്കാനുള്ളതാണ്. നമുക്ക് മതേതരത്വം തെളിയിക്കാൻ മതേതരന്മാരെ സന്തോഷിപ്പിക്കേണ്ടതില്ല, പടച്ചവനെ സന്തോഷിപ്പിച്ചാൽ മതി. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ ഉമ്മത്തിന് തന്നെ ഈ വിഷയത്തിൽ ഐക്യമില്ല എന്നതാണ് നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, സമയത്തിന്റെ പരിമിതി കൊണ്ട്. 100,000 അഭിപ്രായ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഒന്നിച്ച് ആദ്യം ഒരു തീരുമാനമെടുത്തു, മുനമ്പത്തെ വഖഫ് ഭൂമിയിൽ നിന്ന് അവരെ കുടിയിറക്കരുത് എന്ന്. കേരളത്തിലെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ എടുക്കാവുന്ന ഒരു തീരുമാനമല്ലേ അത്? വില കൊടുത്ത് വാങ്ങിയ ആ ആളുകൾ ഇറക്കരുത് എന്ന് പിന്നെ ഓരോരുത്തര് വ്യക്തികൾ വന്നിട്ട് അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു ഉമ്മത്തായി ഉമ്മത്ത് മാറുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, മെക്സവനിൽ തന്നെ ആരാണ് ഈ പ്രചരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത്? അകത്തു നിന്ന് അപ്പോഴും ഉണ്ട് ആളുകൾ. പടച്ചവനോട് ദുആ ചെയ്യുക, നമ്മുടെ നിലപാടുകൾ നമ്മൾ ശക്തിപ്പെടുത്തുക. ഇതേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. ഒരു കാര്യം ഉറപ്പ്, ഇതൊക്കെ ഇസ്ലാമിക സമൂഹം അതിജയിക്കുക തന്നെ ചെയ്യും. നമുക്ക് ദുആ ചെയ്യാം. കാലം വരുത്തിവെച്ച അപകടങ്ങളൊക്കെ തരണം ചെയ്ത ചരിത്രമേ ഇസ്ലാമിനുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവേകമുള്ള ആദർശത്തിന് യോജിക്കുന്ന നിലപാടെടുക്കുന്ന വ്യക്തികളിൽ, മുസ്ലിങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.